കേരള ഫുട്ബോൾ പ്രേമികൾക്ക് വിശ്വസിക്കാനാകാത്തൊരു വാർത്തയാണിന്ന് തിരുവനന്തപുരത്തു നിന്നും വരുന്നത്. കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ് മൈതാനങ്ങളിൽ പന്ത് തട്ടിയ ഒരു താരം ഇന്ന് അഴികൾക്കുള്ളിലാണ്. മുൻ സന്തോഷ് ട്രോഫി താരം നജീബ് ഖാൻ മാരക ലഹരിമരുന്നായ MDMA എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നു. ഒരു കായിക താരം എങ്ങനെ ലഹരിയുടെ കണ്ണിയായി മാറി? ആരെല്ലാമാണ് ഈ വലയിൽ കുടുങ്ങിയിരിക്കുന്നത്? തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ അശോകിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഹോട്ടൽ മുറിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നജീബ് ഖാൻ കുടുങ്ങിയത്. ഇലക്ഷൻ പ്രമാണിച്ച് സംസ്ഥാനത്തുടനീളം എക്സൈസ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിംഗിനിടെയാണ് ഈ വമ്പൻ സ്രാവ് പിടിയിലാകുന്നത്. പ്രതിയുടെ പക്കൽ നിന്ന് 4 ഗ്രാം MDMA കണ്ടെടുത്തു. വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരിമരുന്നാണിത്. ഇലക്ഷൻ പ്രമാണിച്ച് സംസ്ഥാനത്തുടനീളം എക്സൈസ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായ രീതിയിലായിരുന്നു നജീബിന്റെ ഇടപാടുകൾ. സാധാരണ ഡ്രഗ് ഡീലർമാരെ പോലെ തെരുവുകളിലല്ല അയാൾ കച്ചവടം നടത്തിയിരുന്നത്. വരേണ്യവർഗത്തെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് ഹോട്ടൽ മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന. പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണം ഒഴിവാക്കാൻ സാധാരണ കോളുകൾക്ക് പകരം പ്രത്യേക മൊബൈൽ ഫോണുകൾ വഴിയാണ് ഇയാൾ ഉപഭോക്താക്കളെ കണ്ടെത്തിയിരുന്നത്. ആവശ്യക്കാരെ ഹോട്ടൽ മുറികളിലേക്ക് വിളിച്ചു വരുത്തുകയോ അതല്ലെങ്കിൽ ഹോസ്റ്റലുകൾക്കും ഹോട്ടലുകൾക്കും സമീപം എത്തിച്ചു നൽകുകയോ ചെയ്യുകയായിരുന്നു പതിവ്. ഇയാൾക്ക് പിന്നിൽ വലിയൊരു ലഹരി ശൃംഖല തന്നെ ഉണ്ടെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. വിതരണക്കാരനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയായി നജീബ് പ്രവർത്തിച്ചു. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഇയാളുടെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റാണ്. തലസ്ഥാന നഗരത്തിലെ പ്രമുഖരും സമ്പന്നരായ യുവാക്കളും ഇയാളുടെ സ്ഥിരം ഉപഭോക്താക്കളായിരുന്നുവെന്ന് എക്സൈസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ അന്വേഷണ പരിധിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ട കൗമാരക്കാരും കായിക താരങ്ങളും ഈ ലിസ്റ്റിലുണ്ടോ എന്ന് എക്സൈസ് പരിശോധിച്ചു വരികയാണ്. കായിക മേഖലയിലുള്ളവർക്കിടയിൽ ലഹരിമരുന്ന് എത്തിക്കാൻ നജീബ് തന്റെ താരപദവി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അറസ്റ്റിന് പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും നജീബ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ ബിസിനസ്സിൽ സജീവമാണ്. ഞങ്ങൾ അയാളെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഹോട്ടൽ മുറിയിൽ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയായതിനാൽ പിടികൂടാൻ പ്രയാസമായിരുന്നു. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെ ഞങ്ങൾ അയാളെ വലയിലാക്കി, എക്സൈസ് CI അരുൺ അശോക് വ്യക്തമാക്കി. കായിക രംഗത്തെ അച്ചടക്കവും ആവേശവും പഠിപ്പിക്കേണ്ട ഒരു താരം ഇത്തരത്തിൽ ലഹരിയുടെ വഴിയെ സഞ്ചരിച്ചത് സാംസ്കാരിക കേരളത്തിന് വലിയൊരു ആഘാതമാണ്. ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിൽ ഏത് ഉന്നത തലങ്ങളിലും പിടിമുറുക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. കേവലം ഒരു അറസ്റ്റിൽ ഒതുങ്ങാതെ നജീബിന് ലഹരി എത്തിച്ചു നൽകിയ മൊത്തക്കച്ചവടക്കാരനെയും അയാളിൽ നിന്ന് ലഹരി വാങ്ങിയ ഉന്നതരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്.